സ്വദേശത്തും വിദേശത്തും ഡിസൈൻ മേഖലയിൽ അനന്ത സാധ്യതകളാണ് ഉള്ളതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കൊല്ലത്ത് മീറ്റ് ദ ക്രിയേറ്റർ 24 ദേശീയ ഡിസൈൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഡിസൈൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനെ എങ്ങനെ ഏറ്റവും നന്നായി നാട്ടിലേക്ക് വരുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ, ഹാളിലേക്ക് വരുമ്പോൾ, ഒരു വീട്ടിലേക്ക് വരുമ്പോൾ, ഒരു ആഭരണം കാണുമ്പോൾ, വെച്ചേക്കുന്ന കണ്ണാടി കാണുമ്പോൾ, കയ്യിലുള്ള മൊബൈൽ ഫോണുമ്പോൾ, ഓടിക്കുന്ന കാറ് കാണുമ്പോൾ എല്ലാം ഇതിന്റെ ഡിസൈനുണ്ട്. ഞാൻ ഡിസൈനിന്റെ മേഖലയിൽ എനിക്ക് അല്പമെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗമായി ആ ഡിപ്ലോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഡിഗ്രി കോളേജ് ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുന്നതിനുള്ള ബില്ല് ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ സന്ദർശിച്ചു. ഇവരുമായിട്ട് പലതവണ മീറ്റിംഗ് ചേർന്നു. അപ്പോഴാണ് അവിടെ സാധാരണ എല്ലാ കാര്യങ്ങളും, ഈ ആഭരണങ്ങള്, ദൈനംദിന കാര്യങ്ങൾ മുതൽ ഓട്ടോമൊബൈലിലെ ഉപകരണങ്ങള്, വിമാനത്തിന്റെ കാര്യങ്ങൾ വരെ ഡിസൈന് ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ്. കലാ സാംസ്കാരിക മേഖലകൾക്ക് പുറമെ ഭവന നിർമ്മാണം, റോഡ്, പാലം, കെട്ടിട നിർമ്മാണം മുതൽ ആഭരണ നിർമ്മാണത്തിൽ വരെ ഡിസൈനുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പരിസ്ഥിതി സൌഹൃദവും പുനഃചംക്രമണത്തിന് സാധ്യതയുള്ളതുമായ രൂപകൽപ്പനകൾക്ക് പ്രാധാന്യം നൽകണമെന്നും കേരളത്തിലെ തനത് മാതൃകകൾ അവതരിപ്പിക്കുന്ന രീതികൾ വികസിപ്പിക്കാൻ കഴിയുന്ന വേദിയായി ദേശീയ ഫെസ്റ്റ് മാറണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിനെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഡിസൈൻ മേഖലയിൽ മികച്ച പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുമെന്നും ഇവരെ സംസ്ഥാനത്തെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ സാധിക്കുമെന്നും കെ.എൻ. ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു.